ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ്. ഭയങ്കര സിമ്പിളായിട്ടാ, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളെപ്പോഴും നോർമലായിട്ടുള്ള പാസ്തകളാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് വൈറ്റ് സോസ് പാസ്ത റെഡിയാക്കി എടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന മക്രോണി ഉണ്ടാവില്ല, അപ്പോൾ അതിനേക്കാളും കുറച്ചൊരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലുള്ള ആളനുസരിച്ചിട്ട് നമുക്ക് മക്രോണി എടുക്കാം. ഇത് വെള്ളം നല്ലതായിട്ട് തിളപ്പിച്ചതിന് ശേഷം 1 സ്പൂൺ ഓയിലും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇത് വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ എടുക്കാം. പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി കൈവെക്കാതെ തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം. ബട്ടറും മൈദയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് കുറച്ചായിട്ട് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാൻ. അപ്പോൾ ഈ മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൈവെക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചായിട്ട് പാൽ നമ്മൾ ഒഴിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇടുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഫ്ലേവറിൽ നല്ല വ്യത്യാസം വരും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലിനും നല്ല വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വൈറ്റ് പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിത്തിരി സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവരല്ല. അപ്പം ഞാനിവിടെ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പെപ്പർ പൗഡറിൻ്റെ പച്ച കുത്തൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മക്രോണി വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ടിട്ടാൽ മതി കേട്ടോ ഉപ്പൊക്കെ. അപ്പോൾ പെപ്പർ പൗഡർ ഇട്ടതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കളറിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പെപ്പർ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ഓപ്ഷനിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മക്രോണി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള വൈറ്റ് സോസ് പാസ്തയാണ്. നമ്മൾ ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്ത നല്ലൊരു അടിപൊളി പാസ്തയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന പാസ്തയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തത്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര സിമ്പിളും അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ കഴിക്കുകയും ചെയ്യാം. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതൊന്നും ഇതിലില്ല. ആകെ ഉള്ളത് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, അതുപോലെ തന്നെ പാല്, മൈദ, കുറച്ച് ബട്ടർ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊന്നും ഞാൻ പറയുന്നില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന പാസ്തനേക്കാളും തികച്ചും വ്യത്യസ്ത രുചിയാണ്, വ്യത്യസ്ത ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.